Hello guys, welcome a son of creation and style. Today I am sharing with you a pant converted to baba suit for girl. കയ്യിലുള്ളൊരു പാൻറ് വെച്ചിട്ട് എങ്ങനെ ഒരു ബാബ സൂട്ട് ചെയ്ത് നോക്കാമെന്നൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ കട്ടിങ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ചെയ്ത് നോക്കി കുറച്ച് ദിവസമായി കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അത് വിജയിച്ചു. ആ നിലയ്ക്ക് അത് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് കയ്യിലുണ്ടായിരുന്ന പാൻറ്, ജെൻസിൻ്റെ പാൻറ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ളത് ആ പാൻറ്റിൻ്റെ അടിഭാഗം എടുത്തിട്ട് അതിൻ്റെ സ്റ്റിച്ച് റിമൂവ് ചെയ്യുക. അതിൻ്റെ ഉൾഭാഗത്തുള്ള സ്റ്റിച്ചാണിത്. ഫസ്റ്റ് മടക്കി തയ്ച്ചിട്ടുള്ള ഭാഗം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് റിമൂവ് ചെയ്തിട്ട് ബാക്കി അങ്ങോട്ട് വിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രണ്ട് ലെഗിൻ്റെ ഭാഗങ്ങളും പാൻറ്റിൻ്റെ കാലിൻ്റെ ഭാഗങ്ങൾ രണ്ടും അങ്ങനെ റിമൂവ് ചെയ്യുക. അതിനുശേഷമാണ് ബാക്കി. എന്നിട്ട് അതിൻ്റെ എല്ലാ സംഭവങ്ങളും, അതായത് സിബ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലേക്ക് വേണ്ട, പക്ഷേ അതിൻ്റെ വേസ്റ്റ് ബാൻഡ് നമുക്ക് വേണം. അപ്പോൾ ഇതാണ് നിലത്ത് വെച്ച് നോക്കിയപ്പോൾ ഇതാണ് ബാൻഡ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് മാക്സിമം അതിൻ്റെ എത്ര ലെങ്ത്ത് കിട്ടും എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇത് ഈസി ആയിട്ട് അവർക്ക് ഇഷ്ടം പോലെ സംഭവത്തിനുണ്ടാകും. ഇത് വലിയൊരു കുട്ടി ആയതുകൊണ്ട് നമ്മളതിൽ നിന്ന് കഷ്ടി നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. ജസ്റ്റ് മുട്ടിൻ്റെ അത്ര വലിപ്പത്തിലുള്ളതേ ഉള്ളൂ. നേരെ മറിച്ച് ഒരു ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലെങ്ത്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇത് 33 ഇഞ്ച് ഇതിമെന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ പോക്കറ്റിൻ്റെ ഭാഗത്തുമ്പോൾ നല്ല കട്ടിയായിരിക്കും. അതൊക്കെ നമ്മൾ പ്രത്യേകം കെയർ ചെയ്ത് വെട്ടി പോകണം. അപ്പോൾ ഈ പോക്കറ്റിൻ്റെ ഇവിടെ ഈ വെള്ള ഭാഗം ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ അത് കാരണം സ്റ്റിച്ച് ചെയ്യുന്ന ലാസ്റ്റ് സമയത്ത് അതെനിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ലെങ്ത്ത് 33 എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗമാണ് നമ്മൾ അടിയിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൻറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അത് വെട്ടി പാകത്തിന് റൗണ്ടൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം വേസ്റ്റിൻ്റെ ബെൽറ്റ് ഉണ്ടല്ലോ, പാൻറ്റിൻ്റെ ബെൽറ്റ്, അത് നമ്മൾ കത്രി ഉപയോഗിച്ച് നന്നായിട്ട് റിമൂവ് ചെയ്യുക. കാരണം ഈ ബാബാ സൂട്ടിലെ പട്ട ചെയ്യാം, അതായത് ഷോൾഡറിലുള്ള അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സംഭവം ആവശ്യമുണ്ട്. അന്നേരം വലിയ ആളെ സൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ ആയത്. ചെറിയ കുട്ടികളാണെങ്കിൽ അങ്ങനെ വേണ്ടി വരില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടുള്ള അളവ് എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ അവിടുന്ന് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതുവരെയുള്ള അളവും പിന്നെ ലെങ്ത്തും, പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടുന്ന് വേസ്റ്റിൻ്റെ അവിടുത്തെ ലെങ്ത്ത് കൂടി വേണം. അപ്പോൾ ഈ വീഡിയോയിൽ കട്ടിങ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ പാൻറ് ഉള്ളവർ അതിൻ്റെ ഇതുപോലുള്ള സ്റ്റിച്ചുകളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം സെറ്റായി റെഡി ആയിരിക്കുക. അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ കേട് വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ, പാൻറ്റല്ലേ. അപ്പോൾ പാൻറ്റിൻ്റെ അടിഭാഗമാണ് ഇത്. അതാണ് നമ്മളെ ഡ്രസ്സിൻ്റെ മേൽഭാഗത്തേക്കായിട്ട് വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക, സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും അതിൻ്റെ അവിടെയുള്ള സ്റ്റിച്ചും നമ്മളെ സെൻറ്ററും തമ്മിലൊരു ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചാണ്. അതേപോലെ ഈ സ്ഥലത്ത് മേൽഭാഗത്തു നിന്ന് വേസ്റ്റിൻ്റെ അങ്ങോട്ടുള്ളത് 9 ഇഞ്ചും. അത് ഓരോരോ കുട്ടികളുടെ ഇതിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതുപോലെ 9 അല്ല 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നടുമടക്കിയിട്ട് അവിടുന്ന് കറക്റ്റായിട്ട് ഒരു നിശ്ചിത അകലം എടുത്ത് വെച്ചെടുക്കുക. അതായത് കുട്ടീൻ്റെ അളവ് എടുത്തിട്ട് ബെസ്റ്റിൻ്റെ മേൽഭാഗത്ത് നമ്മൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട് ഭാഗം എന്തായാലും വീതി കൂടുതലുണ്ടാവും, ബാക്ക് ഭാഗം അത്ര വേണ്ട. ഫ്രണ്ട് ഞാൻ 4.5 എടുത്തിട്ടുള്ളത്, മൊത്തം 9 ഇഞ്ചാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് വരച്ച് കൊടുക്കുക ബാക്ക് ഭാഗത്തിന്. പക്ഷേ ബാക്ക് ഭാഗം ഒരിക്കലും അത്രയും വേണ്ട, കുറച്ചും കൂടെ കുറവാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ബാക്ക് എത്രയാണ് എടുത്തിട്ടുള്ളത്, ആ ഫ്രണ്ടിനേക്കാളും കുറച്ച് കുറവാണ്, അതായത് 2. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചെരിച്ച് ആ വേസ്റ്റിൻ്റെ ഭാഗത്തേക്കുള്ള അളവിൽ ചെരിച്ച് വെട്ടിക്കൊടുക്കുക. ഇതാണ് നമ്മൾ ഫിനിഷ് ചെയ്ത ഡ്രസ്സിൻ്റെ ഒരു മോഡൽ വരിക. അപ്പോൾ പോക്കറ്റുകളൊക്കെ മിക്കവാറും ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.